ഇന്നിപ്പോൾ ഞെട്ടറാണ് കണ്ടോ. ഇന്നലെ നമ്മൾ കോറിയിൽ നിന്ന് ചൂണ്ടിട്ട് പിടിച്ചാണ്. ഇന്നലെ രാത്രി പിടിച്ചാൽ ചൂണ്ടിട്ടിട്ട് അപ്പോൾ ഇന്നലെ ഫ്രീസർ കയറ്റി ഇന്നലെ രാത്രി ആകുകൊണ്ട് ഇപ്പോൾ ഇപ്പം നമ്മൾ നാടൻ രീതിയിൽ പൊള്ളിക്കാൻ പോവുകയാണ്. നല്ല ചീനമുളക്, മഞ്ഞൾ, മാങ്ങഞ്ചി ഒക്കെ ഇട്ടാൽ നമ്മൾ പൊള്ളിച്ചെടുക്കാൻ പോവുകയാണ് വാഴൻ്റെ ഇലയിൽ. നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ കാരണന്മാരൊക്കെ ചെയ്ത രീതിയാണ്. അപ്പോൾ നമുക്ക് മീനെ ക്ലീൻ ചെയ്യാം. അപ്പോളേ ഒരു മീനെ നല്ല പിടിച്ചുള്ളൂ. നമ്മളാൾ കമ്മിയാണ്. ഇവിടെ ഭയങ്കര വെള്ളച്ചാട്ടമാണ്. ഇപ്പോൾ ഇത് നമ്മുടെ കുളത്തുനിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണ്. ഇവിടെ നേരെ പാടത്തേക്ക് വന്നിട്ട് അങ്ങനെ ഒലിച്ച് പോവുകയാണ്. ആ മീനുമൊക്കെ നന്നായി കഴുകിയെടുക്കണം. വെള്ളച്ചാട്ടത്തിൽ കൊണ്ടുപോയിട്ട് കഴുകുക. എന്നാ കൊണ്ടുപോയി കഴുകിട്ട് വാടാ, നേരെ കഴുകിട്ട് വാ. മസാല തേക്കാൻ്റെ മുന്നേ മീനൊന്ന് വരയാണ്ട് നന്നായി വരഞ്ഞു കൊടുക്കണം. നമ്മൾ രണ്ട് സൈഡും നന്നായി വരഞ്ഞ നല്ല ആഴത്തിൽ വരയണം. അപ്പോഴേ നമ്മുടെ മസാല കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ കാട്ടിലെ മാങ്ങഞ്ചി പറിക്കാൻ വന്നിറക്കാണ്. പറക്കിന് കാണിച്ചു തരാം. ഈ കാലിൻ്റെ ഉള്ളിലാണ് മാങ്ങഞ്ചി ഉള്ളത്. അപ്പോൾ നമ്മൾ പറക്കിന് കാണിച്ചു തരാം. ലേശം പണിയാണ്. ഫുള്ള് കാട്ടിലെ സാധനങ്ങളാകുകൊണ്ടേ. കണ്ടോ, ഇതാണ് നമ്മുടെ കാട്ടിലെ സാധനം. ഇതൊക്കെ ഇട്ടിട്ടാണ് മീൻ മറക്കേണ്ടത്. അപ്പം നമുക്കേ മീനിലേക്കുള്ള നല്ല ചീനമുളകുണ്ട്. ആർത്തുണ്ടാക്കാം. ഏകദേശം ഒരു കാട്ടിൻ്റെ അടുത്ത് വേണം. 2-3 തൈ ഉണ്ട് നമ്മുടെ തൊടിയിൽ. കുറച്ചപ്പുറത്തുണ്ട്, കുറച്ചപ്പുറത്തുണ്ട്. പാതി തൈ നിറക്കാം. ഇതാണ് നമ്മുടെ ചീനമുളക്. കാണിച്ചു കൊടുത്താൽ നല്ല ഫ്രഷ് സാധനമാണ്. നല്ല നമ്മുടെ എസ്റ്റേറ്റിൽ തന്നെ ഉണ്ടായതാണ്. കണ്ടോ, നമ്മളെ കാട്ടിൽ നിന്ന് പറിച്ചു പറഞ്ഞ മാങ്ങഞ്ചി, പിന്നെ നല്ല കാട്ട് മഞ്ഞൾ. ഇപ്പോൾ കഴുകിയെടുക്കാം. ലേശം മണ്ണുണ്ട്, വെള്ളത്താടത്തിൽ കഴുകിയെടുക്കാം.
നമുക്ക് മീനിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ കാട്ടുമഞ്ഞൾ നമുക്ക് ഇതിലേക്ക് ഇടാം. പിന്നെ കാട്ടിൽ നല്ല മാങ്ങഞ്ചി, പിന്നെ നമ്മുടെ നാടൻ കാന്താരി. കാന്താരിയാണ് ഇതിലത്തെ മെയിൻ ഐറ്റം. കാന്താരി മര്യാദയ്ക്ക് ഇടണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് വേണ്ടത് പച്ചക്കുരുമുളകാണ്. പച്ചക്കുരുമുളക് ഇപ്പോൾ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഉണക്കി നമ്മളെ നാടൻ കുരുമുളക് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെപ്പാടെ കുത്തിച്ചതയ്ക്കാം. ഇതൊന്ന് പൊത്തിപ്പിടിക്കണം, അല്ലെങ്കിൽ സാധനം പോവും. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മെയിനിൽ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിതിലത്തെ കൂട്ടൊന്നുകൂടി പറഞ്ഞുതരാം. കാട്ടുമഞ്ഞൾ, കാട്ടിലെ മാങ്ങഞ്ചി, പിന്നെ കുരുമുളക്, പിന്നെ നമ്മുടെ നല്ല ചീനമുളക്. വേറെ ഒന്നും ഇതിൽ കൂട്ടിയിട്ടില്ല. ഇത് മീനിലേക്ക് മിക്സ് ചെയ്യാം നമുക്ക്. പിന്നെ നമ്മുടെ ഉപ്പ് ആവശ്യത്തിന്. നല്ല മീനിലേക്ക് തേച്ച് പിടിപ്പിക്കണം. ഏകദേശം ഒരു 2 കിലോ ഉള്ള മീനാണത്. ഉപ്പ് നമുക്ക് രസം ഇട്ട് കൊടുക്കാം. ഉപ്പ് ചിലപ്പോൾ തികയാതെ വരും. മീനിൻ്റെ വയറിൻ്റെ ഉള്ളിലൊക്കെ നല്ല മസാല തേക്കണം. ഉള്ളിലൊക്കെ നല്ല മസാല ഇട്ട് കൊടുക്കണം. ഒരു ശകലം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചിലപ്പോൾ കമ്മിയാവും. കൈയൊക്കെ നല്ല നീറലാണ്. അപ്പോൾ ഞാൻ വേഗം തേച്ച് പിടിപ്പിക്കട്ടെ. നമ്മൾ ഈ മുറിച്ച കട്ട് ചെയ്ത ഭാഗത്തൊക്കെ നല്ല ഈ മസാല നല്ല തേച്ച് കൊടുക്കണം. ഇതൊക്കെ പഴയ ഋഷിവരന്മാരുടെ കൂട്ടാണ്. ഇനി ഉള്ളിക്കൊക്കെ നല്ല ഇറങ്ങട്ടെ ഇങ്ങോട്ട് മസാല. തേച്ച് പിടിപ്പിക്കണം. ഒരു 10-15 മിനിറ്റ് ഇത് തേച്ച് പിടിപ്പിക്കണം. ഇനി നമ്മുടെ മീനേ 1 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ മസാല പിടിക്കാൻ. അപ്പോഴേക്കും നമുക്ക് വാഴൻ്റെ ഇലയും മഞ്ഞളുടെ ഇലയും വേണം. മഞ്ഞളുടെ ഇലയും വാഴൻ്റെ ഇലയും കൂടി കൂട്ടി പൊതിഞ്ഞിട്ടാണ് ഇവിടെ ചുട്ടെടുക്കണേ. തീയിലിട്ട് ചൂടുകയാണ്. ഇവിടെ ഇരിക്കട്ടെ അതുവരെ. അപ്പോൾ നല്ല മസാല പിടിക്കട്ടെ. നമുക്ക് വാഴൻ്റെ ഇലയും മഞ്ഞളുടെ ഇലയും ഉണ്ടാക്കാൻ പോവാം. നല്ല മഞ്ഞളിൻ്റെ ഇല നമ്മൾ മുറിച്ച് വിടുന്നുണ്ട്. ഇതൊക്കെ ഫുൾ ഔഷധക്കൂട്ടാണ് ഈ മഞ്ഞളിൻ്റെ ഇലയൊക്കെ. ഇതൊക്കെ ഒന്ന് കഴുകി എടുക്കാം നമുക്ക് വെള്ളത്തിൽ. കപ്പാത്തേ
കാറ്റുണ്ടായി. കാറ്റ് കൊണ്ടുപോകണേട്ടാ. ചൂടാനുള്ള വാഞ്ചല നമുക്ക് ഒന്ന് വാട്ടിയിരിക്കണം ആദ്യം. നല്ല തീയത്തിങ്ങനെ വാട്ടിയിരിക്കണം ഇല ആദ്യം. കത്തനുള്ള കുട്ടാ തിരിച്ചു പിടിക്ക്. കാറ്റാട്ടാ നടക്കൂല. ഇടിക്ക് കൊടുത്ത കാറ്റേ ഇങ്ങോട്ട് ഇരിക്ക്. ആ എടുക്കാം ആ കുഴപ്പമില്ല കത്തിച്ചാ ശരി. ഒരു 2-3 ഇല വേണം നമുക്ക് പൊതിയാനേ. ഇട്ടപ്പോഴേക്ക് അപ്പോൾ നമുക്കേ മീനിൽ മസാല പിടിച്ചിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ ആയിരുന്നു. വാഴയിൽ പൊതിഞ്ഞെടുക്കാം. ഒരു 2-3 വാഴൻ്റെ വെക്കണം നമ്മൾ ആദ്യം. പിന്നെ നമ്മുടെ കാട്ടുമഞ്ഞളുടെ ഇല നിവർത്തി വെച്ച് കൊടുക്കണം. നീളത്തിൽ വെച്ച് കൊടുക്കണം. ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് മണ്ണുണ്ട്, കഴുകിയിട്ട് വയ്ക്കാം. ഇങ്ങനെ വെച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ മീൻ കൂട്ടനെ എടുക്കുക. കണ്ടോ മസാലയൊക്കെ പിടിച്ചിട്ട് മൂപ്പരുണ്ടോ? സൂപ്പർ സാധനമായിരുന്നോ. ഇവിടെ കടത്തി വെക്കുക. അവനെ ബാക്കിയുള്ള മസാലയൊക്കെ അവൻ്റെ മേത്തേക്ക് തന്നെ ആക്കി കൊടുക്കുക. ഒന്നും നമ്മൾ കളയാൻ പാടില്ല. മസാല ഒന്നും വേസ്റ്റ് ചെയ്യരുത്. ഇനി നമുക്ക് പൊതിഞ്ഞെടുക്കാം. പിന്നെ മേലെ 2 മഞ്ഞളിലും വെക്കാണ്ട്. ഇനി നമുക്കേ ഇത് പൊതിഞ്ഞെടുക്കാം. നേരെ പൊതിയണം. അല്ലെങ്കിൽ അപ്പോളേ പട്ട കുത്തി കത്തിക്കുമ്പോൾ പ്രശ്നമാണ്. അതിന് നമ്മുടെ വേറെ നാരൊന്നും ഉപയോഗിക്കരുത്. നല്ല വാഴൻ്റെ നാര്, വാഴൻ്റെ പോള ചീത്ത നാരാണിത്. ഇതും കൂടെ കട്ടാവൂ. നമുക്ക് പൊതി കെട്ടിയെടുക്കാം. ആദ്യം തലപ്പത്തിൽ കെട്ടിട്ട് കൊടുക്കണം. പിന്നെ ഒരു നാലെടുക്കുക. ഈ തലപ്പത്തൊന്ന് കെട്ടി കൊടുക്കുക.
ഇതിലോട്ട് തിരിച്ച് കെട്ടി കൊടുക്കണം. കട്ടേ ഒരു 3-4 കെട്ട് കെട്ടണം, അല്ലെങ്കിൽ അപ്പോൾ തീയിട്ട് കത്തിക്കുമ്പോഴേ കട്ട അരിയാൻ ചാൻസ് ഉണ്ട്. കെട്ടൊരിക്കലും കമ്മിയാക്കരുത്. അപ്പോൾ നമ്മുടെ മീനേ പൊതിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കൂട്ടാപ്പളേക്ക് ഇത് കുറച്ചു നേരം കൂടി ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് മീൻ ചൂടാതെ തീയേ റെഡിയാക്കാം. നമ്മൾ വലിയ സെറ്റപ്പ് ഒന്നുമില്ല, ഒക്കെ നാടൻ രീതിയിലാണ് ചെയ്യണം ഇവിടെ. അത് ഉണ്ടാവും. എന്ത് പറയാൻ കോഴിയൊക്കെ വെച്ചെടുക്കാൻ പകരക്ക് അതൊക്കെ തീയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം മീനുമൊക്കെ ഒരു വെച്ചെടുക്കാം. ഇനി നല്ല കത്തിക്കണം, വേറെ ഒന്നുമില്ല. നല്ല പട്ടത്ത് കത്തിക്കുക, കൂട്ടി കത്തിക്കുക. അപ്പൊ നമ്മുടെ മീനേ ഏകദേശം ആയിണ്ട്. നമുക്ക് ഇനി എടുത്തോളം തുറന്നു നോക്കാതെ. എന്നാ ചൂടാ. ആ ചട്ടിയെടുക്ക്. കൈ പിടിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാ സാധനം. പോരെ. അപ്പോളേ നമ്മുടെ മീൻ നമുക്ക് റെഡിയാണ്, തുറന്നു നോക്കാം. മീൻ നല്ല കുക്കായെണ്ണോ. എന്താ വാൻ്റെ അടക്കം മണം. എന്താ മഞ്ഞളുടെ ഇല. കറക്റ്റ് കുക്കാണ് ഇപ്പൊ. അതാണ് നമ്മുടെ സാധനം. കാണിച്ചു കൊടുത്താ അല്ലേ? നോക്കിയോട്ടെ സാധനം കണ്ടു നോക്കിയോട്ടെ. ഉണ്ടോ സാധനം നല്ല പൊന്തണ്ടോ, നല്ല കുക്കായണോ. ഉണ്ടോ കുറച്ചും കൂടെ ഈ മസാലയിൽ കൂട്ടി പിടിക്കുക. കഴിച്ചോട്ടെ. സാധനേ സൂപ്പറായിരുന്നു. അപ്പോൾ ഒഴിവ് സമയം കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട് അറിയാലോ. ചോക്ക അതിലുണ്ടോ?
ഇതുണ്ടോ ഇല്ലേ വേണ്ട സൂപ്പറല്ലേ അപ്പോൾ നമ്മളെ കഴിക്കണത് മുഴുവൻ കാണിക്കുന്നില്ല. നമ്മുടെ ക്യാമറമാന് കുറച്ച് വെറുതെ ഉണ്ട്, മുത്രയ്ക്ക് പോരാൻ കൂടെ പോവാണ്ട് അത്രേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ് പാപ്പിക്ക് വാ പറഞ്ഞ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് നിർത്തുകയാണ്.